ഫ്രഞ്ച് ടൂറിട്ട് പോവാം. അതെ, ഹീറോ ആപത്ത് പറയുമ്പോൾ ഇതൊക്കെ ഒന്നും മനസ്സിലായി ടെസ്റ്റം കാട്ടുന്നല്ലേ. 7 പ്രിൻസുക്ക് നിന്റെ വിലല്ലാവും ഇപ്പം ഭയങ്കര അവർക്ക് ഹാർട്ട് 100 ഹീറോയ്ക്ക് ഷാക്ക്. ആ എന്താ ഇവിടെ തടുക്കുന്നത് ആപത്ത് എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് വേറെ പ്ലാനില്ല. സിസ്റ്റം പറയാൻ തുടങ്ങി. ഇവിടെ നിന്ന് പോയേ പറ്റൂ, നമ്മൾ വേൾഡിൽ പോകണം. അതിന് പകരം 7 പേർക്ക് അവർക്ക് പിടിച്ച മാതിരി ഒരു പെണ്ണിന് സെൽട്ടാക്കിയിട്ട് കൊടുത്തിട്ട് ഇവിടുന്ന് മുങ്ങുന്നത് നല്ലത് എന്ന് സിസ്റ്റം ഐഡിയ പറഞ്ഞു കൊടുത്ത്. ഇത് കേട്ട് ഹീറോയി അതും ശരി എന്ന് പറഞ്ഞ് ആ കുതിരയുടെ ഹീറോ അതിൽ കയറിയിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഒരു രാജ്യത്ത് കയറുന്ന പ്രിൻസിക്ക് 7 പ്രിൻസിക്ക് ഹീറോയിന്മാരല്ല വന്ന്. ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇത് വിട്ട് എന്ത് ശരിയാവില്ല പറഞ്ഞ് ഹീറോയി പ്ലാൻ ചെയ്യാൻ തുടങ്ങി കുതിരനോട്. ശരി, നമുക്ക് അടുത്ത രാജ്യത്ത് പോവാം എന്ന് പറഞ്ഞ് അവിടെ നല്ല ഗേൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ജിന്നിൻ്റെ പേര് കണ്ടുപിടിക്കാൻ പോയായിരുന്നു. അങ്ങനെ ജിന്നിൻ്റെ പേരെന്ന് കണ്ടുപിടിച്ചു. ഇവളെ പേര് നീല മീനു എന്ന പേരാണ്. എന്ത് മീനുവാ? അതെ, അവർ സിസ്റ്റം പറയുന്നു. അതെ, എന്താ ഇവിടെ ഇന്ത്യ ഉണ്ടോ? അതെ, ഇന്ത്യ ഇവിടെ ഹീറോയെ ട്രാൻസ്ഫർ ചെയ്തു. ആരാ നീനു പറയുന്നു? നീല എന്നെ പറയുന്നു. നീനു എന്നെ വിളിക്കുമായിരുന്നു. മീനു എന്ന് വിളിക്കാം. മീന എൻ്റെ പേരാണ്. അങ്ങനെ ജിന്നക്ക് അവളെ സെറ്റാക്കിയിരുന്നു. ജിന്ന് കേൾക്കില്ലായിരുന്നു. മാരേജ് ഞാൻ കേൾക്കില്ല എന്ന് പറഞ്ഞ് മെർട്ടായിരുന്നു. അപ്പം ജിന്നു മമ്മി ഡാഡി മെർട്ടാകൊണ്ട് ജിന്നക്ക് ജിന്നു പറഞ്ഞ ഹീറോയ്ക്ക് പ്രപ്പോസ് ആയി. ജിന്നിനെ ഹീറോ അക്സെപ്റ്റ് ചെയ്തില്ല. ജിന്നക്ക് വേറെ വഴിയില്ല. മമ്മി ടോർച്ചർ സഹിക്കാൻ കഴിയില്ല. പിന്നെ മമ്മി ഭയങ്കര ഹാർട്ടിങ് ചെയ്യുമ്പോൾ ജിന്നക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് ജിന്ന് മാരേജ് കഴിച്ചായിരുന്നു. ജിന്നുക്ക് ഫസ്റ്റ് മാരേജായി. ജിന്നുക്ക് ഫോഴ്സ് ചെയ്ത് മാരേജ് കഴിച്ചു. അതെ, ജിന്ന് അവിടെ മാരേജായി. നെക്സ്റ്റ് ഷുഗർക്ക് മാരേജ്. ഷുഗർക്കും അതേമാതിരി മെറിട്ടായിരുന്നു. ഷുഗർക്ക് പറഞ്ഞ അതെ, ഇന്ത്യയിൽ തമിഴ്നാട്ടിലുള്ള ഗേളായിരുന്നു. പേര് എന്തപ്പാ ശ്വേതല്ല എന്തപ്പാ കീർത്തി എന്ന് പറയുന്ന പെണ്ണ് കൂടെ മാരേജായി. കീർത്തി കൂടെ മാരേജായി. അതുപോലെ ഷുഗർക്ക് മാരേജ് ഇഷ്ടമില്ലായിരുന്നു. രണ്ടുപേരും എങ്ങനെ കഷ്ടപ്പെടുത്താക്കായിരുന്നു. നെക്സ്റ്റ് ജെഹൂബ് ആറമുക്ക് പറഞ്ഞ അവിടെ കൊറിയൻ ഗേളാണ്. ആറമുക്കും ജെഹൂബും കൊറിയൻ ഗേൾസാണ്. പിന്നെ നമുക്ക് ജെഹൂബ് പറയുന്ന അപ്പുറം നടന്ന എന്ത് ആളെ പേര് ഷുഗർ അങ്ങനെ ഫോളോ ചെയ്ത് ടോർച്ചർ ചെയ്യുന്ന ആ പെണ്ണ് കൂടെ ജെഹൂബ് മാരേജായി പിങ്കിൻ്റെ കൂടെ. അത് മാത്രമല്ല പിന്നെ എന്ത് പറഞ്ഞ ദിയ കൂടെ മാരേജായി ആറമുക്ക്. അങ്ങനെ ഓരോ നാൾക്ക് ഓരോ മാരേജായി. എന്നുള്ളത് ജിമേനും 3 പേര് ബാക്കിയുള്ള 3 പേരും ഞാൻ സമ്മതിക്കൂല എന്ന് പറയായിരുന്നു. ഹീറോ ഒരു ബന്ധത്തിൽ അവർ ചെയ്തായിരുന്നു. അപ്പം ജിമ്മിനിക്കും ഒരു ഗേൾ കൂടെ മാരേജ് ചെയ്ത് ജിമ്മിനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ജിമ്മിനിക്ക് 7 പേർക്ക് ഹീറോയെ 7 പേർക്കും ഹീറോ എങ്ങനെ കഷ്ടപ്പെട്ട് മാരേജ് ചെയ്ത് 7 പേർക്ക് ഹീറോയിന്മേലെ കുളം കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ ഹീറോയിന്മേലെ ഹീറോയ്ക്ക് പാവം ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ 7 പേർക്കൊരു മാരേജ് കഴിഞ്ഞു. അപ്പോൾ സിസ്റ്റം പറഞ്ഞായിരുന്നു നിങ്ങളെ പ്രശ്നം സോൾവായി, നിങ്ങളെ വേൾഡിൽ പോകാതെ പറയായിരുന്നു. 7 പേർ ഹീറോയിനെ മുറിച്ച് നിന്നെ ഞാൻ വിടില്ലടി എന്ന് പറഞ്ഞ് 7 പേർ ഹീറോയിന്മാരെ കൊല കാണിട്ടുണ്ടായിരുന്നു. ഹീറോ കടു തുറന്നായിരുന്നു. ഞങ്ങൾ കണ്ടിട്ട് നിന്നെ തേടി വരുടി എന്ന് പറഞ്ഞ് 7 പേർ പറയുന്നു. ഹീറോയ്ക്ക് പേടിയായിരുന്നു. പാവ ഹീറോ ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനായിട്ട് 7 പേർ സ്മൃച്ച തന്നെ ഹീറോയ്ക്ക് അറിയാലായിരുന്നു. ഹീറോയ്ക്ക് എന്ത് ആപത്ത് വരാൻ പോകുന്നു ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. അതൊരു ഗെയിം അത്. അങ്ങനെയായിട്ട് ആ ഒരു വേൾഡിന് ഹീറോയ്ക്ക് കട തുറന്നായിരുന്നു. ഹീറോയുടെ അമ്മ ഡാഡി ഭയങ്കര കയറിയായിരുന്നു. ഹോസ്പിറ്റലുണ്ടായിരുന്നു. മയങ്ങി വീണായിരുന്നു. ഹീറോയ്ക്ക് ഇതെല്ലാം ഡ്രീം വന്നായിരുന്നു. ഹീറോയെ കഴിയുന്നത് ഇത് എവിടെ മോം എന്തടി പറഞ്ഞു കേട്ടു ആക്സിഡൻ്റായി. ഇത്ര നാൾ മയക്കായിരുന്നു. 10 നാളായി നീ കണ്ണു ചുമിച്ചു എന്നും പറഞ്ഞ് മമ്മി കയറിയായിരുന്നു. ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. എന്ത് 10 നാളായാ? അതേ മാം എന്ന് പറയണം അമ്മ അത് എന്ന് പറയുന്നു. ഹീറോ പറയുന്നു എനിക്ക് ഇല്ലടി എന്ന് പറഞ്ഞ അമ്മ സമാധാനമൊക്കെ ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഒരു ജോബ് വന്നായിരുന്നു. കമ്പനിയിൽ പറഞ്ഞു ഹീറോ ജോലി ചെയ്യുന്നതാണ്. അങ്ങനെ ഇന്ത്യയിലെ ഒരു ഫേമസ് ഒരു കമ്പനിയിലാണ് ഹീറോ ജോബ് ചെയ്യുന്നത്. അങ്ങനായിട്ട് അവരുടെ ബോസ് പറയായിരുന്നു
ഇവിടെ ജോലി തന്നെ ഇന്ത്യയിൽ ഇത് ഫേമസ് ഉള്ള ഇത് ഒരു കൊറിയൻ കമ്പനിയാണ് എന്നെ ഹീറോയുടെ ഫ്രണ്ട് പറയായിരുന്നു. അനു പറയുന്നു അതെടി ഇത് കൊറിയൻ കമ്പനിയാണ്, വലിയ ബിസിനസ് മാൻ അവരാണ് ഈ കമ്പനി റൺ ചെയ്യുന്നത്, 7 CEO ഉണ്ട് ഈ കമ്പനിക്ക് എന്നെ ഹീറോയുടെ പറയുന്നു. ഹീറോ ഷോക്കായിരുന്നു. 7 CEO ഞാൻ എന്താ 7 പ്രിൻസ് പോലെ ചേച്ചേ അവരെങ്ങനെയാവും റിയൽ ലൈഫിൽ വരുമോ എന്ന് പറഞ്ഞു. ഹീറോ ചിരിച്ചിട്ട് ബോസ് വന്നിടി എന്നായിട്ട് പൂച്ച അനു പറയായിരുന്നു. ആരാ ബോസ് എല്ലാവരും ഫ്ലവർ വെച്ച് കാക്കായിരുന്നു. അതിലും ഫസ്റ്റ് ജിന്ന് ഇറങ്ങി. ഹീറോയെ ഫാൻസുമാർ ജിന്ന് ഇറങ്ങി. ഹീറോ യഥാർത്ഥമൊക്കെ ജിന്ന് കണ്ട് ഷാക്കായിരുന്നു. പാവ് ഊറുന്നിറങ്ങി. ലുക്ക് കോൾഡ് സിയോമാർ 7 പേരെ ഇറങ്ങി. ഹീറോയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് ഷാക്ക് മച്ചി എന്ന് പറയുക ഒരുമാതിരി. ഹീറോയിന് ഫ്രണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു. 7 പേരെ ഇറങ്ങി എല്ലാവരും നോക്കിയായിരുന്നു. ഹീറോയിനോട് ലുക്ക് ഇട്ടിട്ട് അവിടുന്ന് കമ്പനിക്ക് അകത്ത് പോയി. എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചോണ്ട് വന്ന് മച്ചി എനിക്ക് ഡ്രീം വന്നത് 7 പേര് 7 പ്രിൻസ് ഇവർ തന്നെ എന്നെ ഹീറോ പറയായിരുന്നു. പോടി എന്ത് നിനക്കൊരു മണ്ടത്തരോ എവിടെ നിന്ന് നോക്കിയിട്ടുണ്ട്, ഞാനാ ഇവരെ ഇതുവരെ എവിടെ കണ്ടിട്ടില്ല മച്ചി എന്ന് ഹീറോയെ പറയായിരുന്നു. ഹീറോയെ പറഞ്ഞു കേട്ട് നമ്പയില്ലായിരുന്നു. ഹീറോയ്ക്ക് ഒരു ഡൗട്ട് വരാൻ തുടങ്ങി. എങ്ങനെ എത്തിരിക്കൂ എനിക്ക് ഡ്രീം വന്നാൽ ശരി എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് ഒരു ഐഡിയ വന്നിരുന്നത്. അതിനെ കുറച്ച് ഡേയ്സ് ആകാൻ തുടങ്ങി. 7 പേര് ഹീറോയിനെ കണ്ട മുറിഞ്ഞിട്ട് അത് ഇത് ചെയ്യുന്ന ടോർച്ച് ചെയ്ത് തുടങ്ങി. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഹീറോയിന് മുറക്കിനെ പറയുന്ന പാവ ഹീറോയിൻ ടോർച്ച് ശരി. അതായത് കുറച്ച് ലീവ് എല്ലാവർക്കും ലീവാണ്. ഹീറോയിൻ അവ സമാധാനമായി. ഇവർക്ക് എന്താ എന്നെ പറഞ്ഞിട്ട് ഇത്ര ടെൻഷന്. ഹീറോയ്ക്ക് ഒന്നും അറിയില്ല. പാവ ഹീറോയിൻ ഫ്രണ്ടിൻ്റെ അടുത്തോണ്ട് 2 ഫ്രണ്ട്സിൻ്റെ അടുത്തോണ്ട് മുത്തശ്ശിനെ കാണാൻ വേണ്ടി പോയിരുന്നു. എന്താ പറ്റി എന്നെ പറ്റി പ്രിയ നാടകകാര്യം എനിക്ക് ബോസ് ടോർച്ച് ചെയ്യാം മുത്തശ്ശി പറയാൻ തുടങ്ങിയായിരുന്നു. ഇല്ലമ്മ എനിക്കൊരു അറിയുന്ന ഒരു ഒരാളോട് ഒരു കാണാം എന്ന് പറഞ്ഞ് ഒരാൾ ഹീറോയിൻ വിളിച്ചോണ്ട് പോയിരുന്നു. ഹീറോയിൻ ഒരുപാട് കഷ്ടപ്പെടുന്നു. ഹീറോയിൻ വളരെ തുടങ്ങിയായിരുന്നു. ഗ്രാൻഡ് ഇവൾക്കൊന്ന് പ്രേതം ബാധ പിടിച്ചില്ല എന്ന് പറഞ്ഞ് ഗ്രാൻഡ് മാ ഇവളെടുത്തോട്ട് പോയായിരുന്നു. ഗ്രാൻഡ് മാൻ്റെ മകൾ പറയായിരുന്നു. അതെ ഹീറോയിൻ മമ്മി. അതുകൊണ്ട് ഹീറോയിൻ്റെ മമ്മി ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഒരു പൂജാരിനെ കാണാൻ വേണ്ടി